ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നു? രോചനാർത്ഥ ഫലശ്രുതി. ശ്രോതാക്കൾക്ക് ആ മാർഗത്തിൽ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫലശ്രുതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിനെ ഒന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കാതിരിക്കൂ. തുടക്കക്കാരോടൊക്കെ പറയാം, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അതുകൊണ്ട് ഇതൊക്കെ ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, സ്വയമായിട്ട് മനസ്സിലാകും. എന്ത്? ഇതൊക്കെ നമ്മെ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. ഭക്തിയും വർദ്ധിച്ചിടും. ഇതിന്റെയൊക്കെ കൂടെ എന്ത് സംഭവിക്കും? ഭുക്തി മാത്രമല്ല, പിന്നെ ഭക്തിയും വർദ്ധിച്ചിടും. പിന്നെയോ ഒരു യുക്തി കൂടെ പറഞ്ഞു. ഭക്തിയും ഭുക്തിയും മാത്രമല്ല, പിന്നെ മുക്തിയും ലഭിച്ചിടും. എന്ന് പിന്നെ ഒരു കൈ നോക്കാം. എല്ലാം സാധിക്കുകയും ചെയ്യും, ഒടുവിൽ മുക്തിയും കിട്ടുമെങ്കിൽ പിന്നെ ഒരു ട്രയൽ ആവാം. ഇത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ മഹാദേവൻ ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അവതാരഭാഗമൊക്കെയാണ് പിന്നെ വായിച്ചത്. ഭൂഭാരം വർദ്ധിച്ചപ്പോൾ എല്ലാവരും കൂടി ചെന്ന് ഭൂമിദേവിയുടെ നിർബന്ധം കൊണ്ട് ഭഗവാനോട് ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ എങ്ങനെയാ സ്തുതിച്ചത്? ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. പുരുഷസൂക്തത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടെന്താ ഭഗവാനോട് പറഞ്ഞത്? സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല. അപ്പൊ മുക്തിക്ക് എന്താണ് വേണ്ടത്? ഭക്തിയാണ്. ഭക്തിയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി. നിത്യവും ഭക്തിയാ ബുദ്ധ്യാ. എന്താ സൂചിപ്പിച്ച അവിടെ? അവിടെ ഭക്തിയ എന്ന് സൂചിപ്പിച്ചത് മനസ്സിനെ ഉയർത്താനുള്ള ഭക്തിമാർഗങ്ങളെ, ബുദ്ധിയ എന്ന് സൂചിപ്പിച്ചത് ബുദ്ധിയെ ഉയർത്താനുള്ള ശാസ്ത്ര പഠനത്തെ. അപ്പോൾ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഉയർന്നെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിലെ വൈകൃതം, ഇംബാലൻസ് ഇല്ലാതാകുകയുള്ളൂ. അത് സൂചിപ്പിച്ചു ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്ത്? ദശരഥൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പഴയ ജന്മത്തിലെയൊക്കെ എൻ്റെ ഒരു പ്രോമിസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ ശ്രീരാമനായിട്ട് ദശരഥപുത്രനായിട്ട് അവതരിച്ചുകൊള്ളാം. വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കണം. ഇവരോട് ദേവന്മാരോടൊക്കെ പറഞ്ഞു, അങ്ങനെ പിറക്കണം എന്ന് പറഞ്ഞു. ഹരിപ്രമുഖന്മാരൊക്കെ ഹരിരൂപധാരികളായി. ഹരി എന്നുള്ള വാക്കിന് രണ്ട് മൂന്നർത്ഥമുണ്ട്. ഒന്ന് സാക്ഷാൽ ഭഗവാൻ എന്നർത്ഥമുണ്ട്, പിന്നൊന്ന് സിംഹം എന്നർത്ഥമുണ്ട്, പിന്നൊന്ന് വാനരൻ എന്നും അർത്ഥമുണ്ട്. പിന്നെ പുത്രലാഭാലോചനയാക്കി. കഥയൊക്കെ നമുക്കറിയാം. കഥാഭാഗങ്ങളെ കുറിച്ചൊന്നും നമ്മൾ വിശദീകരിച്ച് പോകേണ്ട കാര്യമില്ല. രാമായണ കഥയൊക്കെ നമുക്ക് അറിയാം. നമുക്കതിലുള്ളിലുള്ള തത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയം പോരാത്തപ്പോൾ ഈ കഥാഭാഗം പറഞ്ഞ് നമ്മൾ കൂടുതൽ സമയം അതിനുപയോഗിക്കാതെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പുത്രലാഭാലോചന വസിഷ്ഠനെയൊക്കെ വിളിച്ചു നടത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അത് നിനച്ചു ഖേദിക്കേണ്ട മനസ്സീ നരപതേ. അതുകൊണ്ട് എന്ത് വേണം? വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യ നീ ഗുണനിധേ പുത്രകാമേഷ്ടികർമ്മം. ആരാ ഋഷ്യശൃംഖൻ? ദശരഥന് ഋഷ്യശൃംഖനുമായിട്ടുള്ള ബന്ധം എന്താ? മരുമകനാണ് എന്നർത്ഥം. പലർക്കും അറിയില്ല അത്. അതെങ്ങനെയാ ദശരഥന് ഋഷ്യശൃംഖൻ എന്നൊരു മരുമകനുണ്ടാകണമെങ്കിൽ മകളുണ്ടാവണ്ട, ഇല്ലാതെ എങ്ങനെയാ മരുമകനുണ്ടാവുക? എന്നാ ഋഷ്യശൃംഖന് കൊടുത്തത് ശാന്ത എന്ന മകളെയാണ്. ദശരഥന് അങ്ങനെ ഒരു മകളോ? കൗസല്യയിൽ ദശരഥന് പിറന്നത് മകളായിരുന്നു ശാന്ത. അതിനെയാണ് തൻ്റെ ഉത്തമ സുഹൃത്തായ ലോമപാദന് കൊടുത്തത്. ആ ലോമപാദനാണ്
ശാന്തയെ ഋഷ്യശൃംഗന് വിഭാണ്ഡകപുത്രനായ, അല്ലെ, പഴയ വൈശാലി സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഗന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. കാരണം ആ രാജ്യത്ത് മഴയില്ലാതെ വന്നപ്പോൾ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നാൽ മഴ പെയ്യിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് ഒരു കൂട്ടം ദാസിമാരൊക്കെ കൂടെ പോയിട്ട് പ്രലോഭിപ്പിച്ച് ഋഷ്യശൃംഗനെ കൊണ്ടിരുന്ന കഥയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഋഷ്യശൃംഗൻ, ആ ഋഷ്യശൃംഗനെ വിളിച്ചു കൊണ്ടുവന്ന് ആചാര്യനാക്കി പുത്രകാമേഷ്ടി, പുത്രകാമ ഇഷ്ടി, അങ്ങനെ മൂന്നായിട്ട് മനസ്സിലാക്കണം ആ വാക്കിനെ. പുത്രകാമ ഇഷ്ടി, ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം. അങ്ങനെ ആ യാഗമൊക്കെ നടത്തി അവിടുന്ന് പായസമൊക്കെ കിട്ടി. താവകം പുത്രീയം, ഈ പായസം തനിക്ക് പുത്രനെ ഉണ്ടാകാനുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഹോമകുണ്ഡത്തിൽ നിന്ന് വന്യദേവൻ പൊങ്ങി വന്നു കൊടുത്തു. അത് കൈകേയിക്ക്, കൗസല്യയ്ക്ക് കൊടുത്തു. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും എന്നാണ്, അല്ലേ. കൗസല്യയ്ക്ക് മാത്രം സന്തോഷമായിട്ട് പകുതി എടുത്തു കൊടുത്തു. പിന്നെ ശൈഥില്യാൽ, ഇവൾക്ക് കൊടുക്കണോ, കൊടുത്താൽ എനിക്ക് പാരയാകുമോ എന്ന് ദശരഥനുള്ളിൽ ശങ്കയുണ്ടായിരുന്നോ എന്ന് തോന്നിക്കത്തക്കവണ്ണമാണ് പറഞ്ഞത്. ശൈഥില്യാത്മനാ പാതി, മനസ്സ്, നമ്മൾ പറയില്ല അരമനസ്സോടെ എന്നൊക്കെ പറയില്ലേ, അത്ര മനസ്സോടെ അല്ല കൊടുത്തത് എന്നർത്ഥം. എന്നിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവരവരുടെ ഇന്ന് പകുതി എടുത്ത് കൊടുത്തു. അപ്പൊ കൂടുതൽ കിട്ടിയത് ആർക്കാ? സുമിത്രയ്ക്കാണ് കിട്ടിയതെന്നർത്ഥം. കിട്ടിയതും സുമിത്രയ്ക്കാണ് കൂടുതൽ. മറ്റുള്ളവർക്ക് ഓരോന്നേ കിട്ടിയുള്ളൂ, സുമിത്രയ്ക്ക് കിട്ടു. ആ കഥയൊക്കെ സൂചിപ്പിച്ചു. ശ്രീരാമാവതാരം സൂചിപ്പിച്ചു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ, ഭഗവാന്റെ അവതാരത്തെയൊക്കെ സൂചിപ്പിച്ചു. കൗസല്യാത്മജനായിട്ട് വന്നു. ആ ഗ്രഹനിലയൊക്കെ സൂചിപ്പിച്ചു. ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അവതരിപ്പിച്ചതെന്ന് കണ്ടു. കൗസല്യ സ്തുതി, ഇത് കൃഷ്ണാവതാരവും അവിടുത്തെ ദേവകി സ്തുതിയായിട്ടൊക്കെ കുറച്ച് ബന്ധം ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരേ, നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, സമസ്തേശ്വരാശൗരേ, നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായ ദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ച് എന്തെന്നിതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. എന്താ സൂചിപ്പിച്ചത്? സൃഷ്ടി എന്തിന്, അത് അറിവ് നേടിയവർക്ക് പോലും ഉത്തരം പറയാനൊക്കാത്ത ഒരു ചോദ്യം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട കണ്ടൊരുപാട് അങ്ങനെ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന കുറേ വാക്കുകളെ കൊണ്ട്. എന്ത്? പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജരനിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ. ആ നകാരം കൊണ്ട് എത്രയാണ് കളിച്ചിരിക്കുന്നത് നോക്കൂ. ഇന്നലെ സൂചിപ്പിച്ച ആ 108 നാമം നമ്മൾ ഇതിൽ നിന്ന് എഴുതിയെടുത്തത് നോക്കിയാൽ അറിയാം. അദ്വൈനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുവൻ. വിദ്വൻ മാനസ പത്മമധുവൻ വാക്ക് ശ്രദ്ധിക്കൂ. എന്താ അതിനർത്ഥം? വിദ്വൻ മാനസ പത്മമധുവൻ. നീ പുറകിന്ന് തുടങ്ങിയോളൂ. മധുവൻ ആരാണ്? വണ്ട്. പത്മം താമര. ഇപ്പൊ പത്മത്തിൽ നിന്ന് മധു എടുക്കുന്ന വണ്ട്. അതിനു മുമ്പ് പറഞ്ഞതോ വിദ്വൻ മനസ്സ. വിദ്വാൻമാരുടെ അറിവുള്ളവരുടെ മനസ്സാകുന്ന താമരയിൽ നിന്ന് തേനെടുക്കുന്ന മധുവൻ. എന്താ ഇത് പ്രയോഗം എന്നൊക്കെ നോക്കൂ. ഇങ്ങനെ ഈ സാഹിത്യം ആസ്വദിക്കാൻ തുടങ്ങിയാൽ രാമായണം അല്ലെ വേദാന്തമൊക്കെ വിട്ടിട്ട് ഭക്തിയൊക്കെ വിട്ടിട്ട് സാഹിത്യം മാത്രം ആസ്വദിച്ചു. അത്യുത്തമമായ ഒരു രചനയാണെന്ന് കാണാം. എത്ര സുന്ദരമായ പ്രയോഗം. സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. ആ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെന്താ സൂചിപ്പിക്കുന്നത്?
ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ, പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ശരിക്കും വായിച്ചില്ലെങ്കിൽ എങ്ങനെ വരും? അത് വ്യാജമായത് എന്ന് വായിക്കേണ്ടതായിട്ട് വരും. അവിടെ വ്യാജമെന്നല്ല, പിന്നെ അവ്യാജം എന്ന് തന്നെ വായിക്കണം. പുത്രവാത്സല്യ അവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം സംസാരാർണവം. ഭഗവാൻ കൃഷ്ണാവതാരം സ്വീകരിച്ചപ്പോഴെന്താ പറഞ്ഞത്? യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച. പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും എന്നെ കുറിച്ച് ചിന്തിച്ച്, എന്നെ പൂജിക്കണമെന്നല്ല പറഞ്ഞു, എന്നെ കുറിച്ച് ചിന്തിച്ച് സദ്ഗതിയെ പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ കൗസല്യ ഏതാണ്ട് അതേ സ്വരത്തിലാണ് പറഞ്ഞത്. അവ്യാജമായ പുത്രവാത്സല്യത്തെ കൊണ്ട്, പരിചരണത്തെ കൊണ്ട് ഈ സംസാരാർണവത്തെ കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പ്രോമിസ് ചെയ്തു, എന്താണ് അമ്മയ്ക്ക് ഇഷ്ടമായത് അതുപോലൊക്കെ വരും, കാര്യങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞത്? പൂർവ്വജന്മത്തിൽ നിങ്ങൾ പുത്രനായിട്ട് പിറക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനനുസരിച്ച് ഞാൻ വരും. 3 തവണ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് 3 തവണ പുത്രനായിട്ട് വന്നു. ഏതൊക്കെയാ 3 തവണ? വാമനമൂർത്തിയായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഒരേ അച്ഛനമ്മമാർക്ക് വരുന്നതാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ പേര് കൊടുക്കുന്നത് സൂചിപ്പിക്കുകയാണ്. സമസ്ത ലോകങ്ങളും ആത്മാവാമി ഇവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമള കുമാരന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. എന്തുകൊണ്ടാണ്? രമന്തേ യോഗിനഹ അസ്മിൻ ഇതി രാമഹ. ഏതിൽ ചൈതന്യത്തിലാണോ യോഗികൾ രമിക്കുന്നത് എന്നാണ് അതിനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. മൂലം അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം യസ്മിൻ രമന്തേ മുനിയോ വിദ്യാജ്ഞാന വിപ്ലവേ തം ഗുരുപ്രാഹ രാമേതി രമണാത്മാ രാമൈത്യവി. ഇങ്ങനെയാണ് മൂലത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം അതിൽ നിന്ന് അല്പം മാറ്റിയാണ് ഇത് കൊടുത്തത്. യസ്മിൻ രമന്തേ മുനേഹ, യാതൊന്നിലാണോ മുനികൾ യോഗികൾ രമിക്കുന്നത്. യോഗിനഹ യം പ്രപശ്യന്തി, ഏതിലാണ്? വിജേന്ദ്രസ്തുതിയിൽ. യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. അങ്ങനെയുള്ള ആ ഭഗവാനെ പേരിട്ടത് കണ്ടു. ഓരോരുത്തർക്കും ഓരോ പേരുകളിട്ടു. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോകുന്ന ഭാഗം. എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും? അവർക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു പിതൃ സഹജമായ ഭാവത്തിൽ ആദ്യം ദശരഥനൊരു മടിയൊക്കെ പറഞ്ഞു. പക്ഷേ വസിഷ്ഠൻ പറഞ്ഞു, വിശ്വാമിത്രൻ ഈ യാഗരക്ഷയൊന്നും ചെയ്യാൻ വയ്യായിട്ടല്ല, അതൊരു കാരണമാക്കിക്കൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് പോവുകയാണ്, അതുകൊണ്ട് മിണ്ടാതെ പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദശരഥന്. അപ്പം നേരെ അവിടുന്ന് ഈ കുട്ടികളെ കൊണ്ട് പോയി. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ വിശേഷമൊക്കെ അവിടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വസിഷ്ഠൻ ദശരഥന് പറഞ്ഞു കൊടുത്തു. എന്ത്? മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. ഭഗവാന്റെ ആ ശരിക്കുള്ള രൂപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി. അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബലാതിബല മന്ത്രങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആണ് താടകാവനത്തിലേക്ക് പ്രവേശിച്ചു. അല്ലേ? രാമന് താടകയെ കൊല്ലണമെന്നില്ലായിരുന്നു. കാരണം എന്തിനാ ഈ സ്ത്രീവധം? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞ മറുപടി സ്ത്രീ സ്വഭാവേന രക്ഷിതാം. ഏതായാലും അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, പ്രസിദ്ധമായ വരിയാണ്. എന്തായാലും സംശയിച്ചില്ല. നേരിട്ട് താടകയെ വധിക്കുന്നു, താടകയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് മാരീച പാർട്ടികളെല്ലാവരും കൂടെ വരുന്നതും മാരീചൻ ഭഗവാന്റെ അമ്പുകൊണ്ട് കടലിൽ പോയി മുങ്ങുന്നതും ഒടുവിൽ അഭയം പ്രാർത്ഥിക്കുന്നതുമാണ്. അന്നു മുതലാണ് മാരീചൻ ഭഗവാന്റെ ഭക്തനായ. മൂലത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, രാന്ന് ശബ്ദം കേട്ടാൽ മാരീചൻ ഞെട്ടുമായിരുന്നു എന്ന്. ആരെങ്കിലും രാവണൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് രാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു
ഞെട്ടലുണ്ടാകുമായിരുന്നു മാരീചൻ. പിന്നാണ് രാവണൻ എന്ന് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഭഗവാനെ ഭയമായി എന്നൊക്കെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. പിന്നീടാണ് അഹല്യാമോക്ഷം. കഥയൊക്കെ നമുക്കറിയാം. അവിടെ ഇന്ദ്രൻ വന്ന് ചെയ്ത വിക്രിയകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇന്ദ്രൻ എന്തിന്റെ പ്രതീകമാണ്? നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. ദേവാനാം ഇന്ദ്രഹ ദേവേന്ദ്രഹ. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ഇന്ദ്രിയാധിഷ്ഠിത ദേവതകളെയാണ് ദേവന്മാർ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സായതുകൊണ്ട് ഇന്ദ്രിയാണാം മനഃശാസ്മി എന്നൊരു പ്രയോഗമുണ്ട് ഭഗവാൻ ഗീതയില് 10ാം അധ്യായത്തിൽ. ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഞാൻ മനസ്സാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളിൽ ശ്രേഷ്ഠമായത് മനസ്സാണ്. അവിടെ മനസ്സിനെ ഒരു ഇന്ദ്രിയമായിട്ടാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവകളുടെ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെയാണ് അവിടെ സൂക്ഷ്മമായിട്ട്. അപ്പൊ ഇന്ദ്രൻ എവിടൊക്കെ പോയി വിക്രിയകൾ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ആര് ചെയ്യുന്നതാണ്? മനസ്സ് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ. അവിഹിതം എന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് മനസ്സ് പോകുന്നു. അഹല്യയുടെ ഇതിൽ തോന്നുന്നു അതല്ലേ ദേവേന്ദ്രന്. എന്നിട്ട് എന്ത് പോയി? അവിടെ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി. സഹസ്രഭകനായി ഭവിക്കുക എന്നാണ് ശരിക്ക് ശാപം കിട്ടിയത്. ആ ശാപം പിന്നെ എവിടെ വന്നിട്ടാണ് പോയത്? ശുചീന്ദ്രം എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്തു നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ തുടങ്ങുന്നത് ഇന്ദ്രൻ ശുചിയായ സ്ഥലമാണ് എന്നാണ് കഥ. ഈ സഹസ്രഭകനായിട്ടിരുന്ന ആ വികൃത രൂപം മാറിക്കിട്ടിയത് അവിടെ വന്ന് തപസ് ചെയ്തതിന് ശേഷമാണ് എന്നാണ് പറയാറ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അല്ലെ, പലരും ചോദിക്കാറുണ്ട് അഹല്യ അവിടെ തെറ്റൊന്നും ചെയ്തില്ല, പിന്നെന്തിനാ അഹല്യക്ക് ശാപം അല്ലെ ചോദിക്കാറില്ല. ഇവിടെ പലരും അടിച്ച് ചോദിക്കാറില്ലായിരിക്കും. അഹല്യയ്ക്കും അതിൽ ചെറിയൊരു പങ്കുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ അതങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഗൗതമനല്ല ഇത് ഇന്ദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്ദ്രനെ സ്വീകരിച്ചത്. അവിടെ ബലാത്കാരം ഒന്നും നടന്നില്ല എന്നർത്ഥം. ബലാത്കാരം നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹല്യയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു ബന്ധപ്പെട്ടത്. വാൽമീകി രാമായണത്തിൽ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ അത് സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ ഭാഗമൊക്കെ എന്നർത്ഥം. ഏതായാലും പറഞ്ഞതനുസരിച്ച് ഭഗവാൻ, വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. അഹല്യ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്ത് നിർത്തിയതും. അത് മുഴുവനൊന്നും പറയാൻ നമുക്ക് സമയം അനുവദിക്കുകയില്ല. അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം സൂചിപ്പിക്കാം. കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ഭഗവാനെ ശരണം പ്രാപിക്കുന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കാമരാഗദ്വേഷ മത്സരാദ്യങ്ങളാൽ ആമയം കൂടാതിരിക്ക വേണം വിഭോ. എഴുത്തച്ഛന്റെ ഭാഗവതത്തിലെ പ്രഹ്ലാദസ്തുതിയിലുള്ളതാണ്. അപ്പൊ ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക്, നമുക്ക് പലർക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്നാണ് പണ്ട് മുതലേയുള്ള നമ്മളെ പരിചയിപ്പിക്കും. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക, അത് പരീക്ഷ ജയിക്കണമെന്ന് അല്ലേ. ഒരിക്കലും അമ്പലത്തിൽ പോകാത്ത കുട്ടിയും പരീക്ഷയുടെ അന്ന് അതിലേക്ക് കയറിയിട്ട് വേണം പോകാൻ നിർബന്ധമായിട്ട്. ഇങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ചെന്ന് പറയാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായ പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ആ പ്രവണത ഇപ്പോഴും മാറിയിട്ടില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് ചോദിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചോളൂ എന്നർത്ഥം. എന്ത്? കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി എന്ന് പറഞ്ഞാൽ തിരിച്ചു ചിന്തിക്കൂ. ഇപ്പൊ ആനന്ദം വരാതിരിക്കുന്നതിന് കാരണം എന്താണ്? കാമരാഗ. സ്പഷ്ടമായിട്ട് അപ്പൊ ഈ കാമരാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതാകാൻ അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഭക്തി ഉറയ്ക്കണേ ഭഗവാനെ, ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ വളരണേ ഭഗവാനെ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. അത് അപകടമില്ല. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനെല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ. നേരത്തെ സൂചിപ്പിച്ചതാണത്.
ആദ്യൻ, അദ്വയൻ, ഏകൻ, അവ്യക്തൻ, അനാകുലൻ. അതിൽ അവ്യക്തൻ അനാകുലൻ മാത്രമേ വിശദീകരിക്കാതിരുന്ന വാക്കുകളുള്ളൂ. അവ്യക്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയ ഗോചരമാകുന്നില്ല എന്നർത്ഥം. വ്യക്തമാകുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാം, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം, നാക്കുകൊണ്ട് രസിക്കാം, തൊലി കൊണ്ട് സ്പർശിക്കാം. അപ്പൊ ഏറ്റവും വ്യക്തമായത്, ഗ്രോസസ്റ്റ്, ഏറ്റവും സ്ഥൂലമായത് എന്നർത്ഥം. ആകുലം എന്ന് പറഞ്ഞാൽ ദുഃഖം, അനാകുലം എന്ന് പറഞ്ഞാൽ നിരാമയൻ, ഒരു ദുഃഖവും ഇല്ലാത്തവൻ എന്നർത്ഥം. എന്തുകൊണ്ട്? ആനന്ദസ്വരൂപനായ ഭഗവാനിൽ എവിടെയാണ് ദുഃഖത്തിന്റെ കണിക പോലും ഉണ്ടാവുക? പിന്നെയോ വേദ്യനല്ല ആരാലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദ്യൻ അറിയപ്പെടുന്നവൻ. വേദ്യനല്ല ആരാലും, ഭഗവത് തത്വം ആരാലും അറിയപ്പെടുന്നതല്ല. പക്ഷേ വേദാന്ത വേദ്യനാണ്, വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവനാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗം ഓർമ്മിക്കുക. ഏത്? തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ എന്ന് പറഞ്ഞ ഭാഗം ഓർമ്മയിലിരിക്കട്ടെ. ഇപ്പൊ വേദ്യനല്ല, സാധാരണഗതിയിൽ വേദ്യനല്ല, അറിയപ്പെടുന്നതല്ല. പക്ഷേ അറിയാൻ കഴിയും. എങ്ങനെ? വേദാന്ത വേദ്യൻ. വേദാന്ത ശാസ്ത്രത്തിൽ കൂടി ഭഗവാനെ അറിയാം. വേദ്യനല്ല, സാധാരണഗതിയിൽ ഭഗവാൻ വേദ്യനല്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭഗവാനെ അറിയാൻ സാധ്യമല്ല. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാത്ത പലതും നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്. മനസ്സുകൊണ്ട് അറിയാത്ത ചിലത് കുറച്ചുകൂടി സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അറിയുന്നുണ്ട്. പക്ഷെ ഈ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തെ അതുകൊണ്ടറിയാൻ കഴിയുന്നില്ല. ആരെങ്കിലും അവരവരുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ണാടി കണ്ണ് കാണുമോ? ഇപ്പൊ വീട്ടിൽ പോയി നോക്കിയാൽ കാണുമോ? കണ്ണാടിയിൽ എന്താ കാണുന്നത്? മുമ്പേ പറഞ്ഞു കണ്ണാടിയിൽ എന്താ കാണുന്നതെന്ന്. അപ്പൊ കണ്ണാടിയിൽ കണ്ണ് കണ്ടോ? കണ്ണിന്റെ അപ്പൊ അവരവരുടെ കണ്ണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ മടി ഇത്ര പറയാനില്ല എന്ന് പറയാൻ? എന്തുകൊണ്ട്? കാണുന്ന ഉപകരണമായ കണ്ണുകൊണ്ട് ആ കണ്ണിനെ കാണാൻ കഴിയില്ല. അല്ലേ? കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഈ ഇരിക്കുന്നവരെയൊക്കെ എനിക്ക് കാണാം, പക്ഷെ എന്റെ കണ്ണിനെ മാത്രം എനിക്ക് കാണില്ല. എന്തുകൊണ്ട്? ഇതിനെയൊക്കെ ഞാൻ കാണുന്നത് എന്റെ കണ്ണുകൾ കൊണ്ടാണ്. ആ കണ്ണുകൾ കൊണ്ട് ആ കണ്ണുകളെ കാണാൻ, കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ ആ കണ്ണുകൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല. അതാണ് അവ്യക്തൻ എന്നൊക്കെയുള്ള വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്. വേദാന്ത വേദ്യനല്ല എന്നൊക്കെ സൂചിപ്പിച്ചു. പിന്നെ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പൂരുഷൻ സുരാതനൻ കേവല സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മറ്റൊരു സ്രോതസ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെയല്ല, മറ്റുള്ള പ്രകാശ സ്രോതസ്സുകൾക്കും ചൈതന്യത്തെ പകർന്നു കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ സ്രോതസ് എന്താണ്? സൂര്യനാരായണൻ. ആ സൂര്യന്റെ തേജസ് എവിടുന്ന് കിട്ടുന്നതാണ്? ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ്. നാളെ 15-ാം അധ്യായം പുസ്തകം ഗീത കൊണ്ടുവന്നാൽ ചാൻഡ് ചെയ്യുമ്പോൾ അവിടെ കേൾക്കാം. എന്ത്? യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഇന്ന് ആളുകളുടെ ക്ഷമ പരീക്ഷിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്കൊന്നേ തുടങ്ങിയുള്ളൂ. നാളെ ആദ്യം മുതൽ തുടങ്ങുന്നത്. പുസ്തകം കൂടെ കൊണ്ടുവന്നാൽ ചാൻഡ് ചെയ്ത് പഠിക്കാൻ നല്ലൊരു അവസരമാണ്. അതിലെന്താ പറഞ്ഞത്? യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേ അഖിലം. അഖിലം ജഗത്തിനെയും ഭാസിപ്പിക്കുന്ന ആ ആദിത്യന്റെ തേജസ് ഉണ്ടല്ലോ, അതാരുടെയാണ്? തത്തേജോ വിദ്ധി മാമകം. യച്ഛന്ദ്രമസി യച്ഛഗ്നൗ. അഗ്നിയിലും നക്ഷത്രത്തിലും സൂര്യനിലും ഒക്കെ പ്രകാശിക്കുന്ന ആരുടെ തേജസ്സാണ്? അപ്പോൾ സൂര്യനെ ആരാധിക്കുക വഴി പരോക്ഷമായിട്ട് ആരെ ആരാധിക്കുന്നത്?
ആ സൂര്യനും തേജസ് പകർന്നു കൊടുത്ത സർവേശ്വരനെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സ്വയം ജ്യോതി. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. തം ഏക ഭാന്തം, അത് മാത്രമാണ് ശരിക്ക് ശോഭിക്കുന്നത്. അനുഭാതി സർവം, സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തസ്യ ഭാസ, അതിന്റെ പ്രകാശം കൊണ്ടാണ് സർവമിതം വിഭാതി. അതേതാ ഈ സർവവിധം? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ബോധം എവിടുന്ന് വന്നതാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് എന്ന് പറയുന്നത് ശരിയല്ല, ഭഗവാൻ തന്നെയാണ്. വേണമെങ്കിൽ ആദ്യം പറഞ്ഞോളൂ ഭഗവാനിൽ നിന്ന് വന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഉദാഹരണത്തിന് 24-ാം തീയതി നമുക്ക് സർവൈശ്വര്യ പൂജ ഉണ്ടാകും. ഇവിടെ കത്തിച്ചു വെക്കുന്ന വലിയ വിളക്കിൽ നിന്ന് കൊടിവിളക്ക് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വിളക്കുകളിലേക്കും അഗ്നി പകർന്നു കൊടുക്കും. അപ്പൊ ഇതിന്റെ അംശമാണത് എന്ന് ആരെങ്കിലും പറയുമോ? പിന്നെന്തു പറയും? അതേ അഗ്നി തന്നെയാണ് ഇതിലൊക്കെ. പിന്നെ ഓരോരുത്തരും കൊണ്ടുവന്ന വിളക്കിനനുസരിച്ച്, എണ്ണയ്ക്കനുസരിച്ച് ഇതേ നല്ലെണ്ണയാണോ മറ്റേന്താ പവിത്ര നല്ലെണ്ണയാണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് കത്തുന്നതിന് വ്യത്യാസം വരും. തിരി ഏത് തരത്തിലുള്ള തിരിയാന്നുള്ളതിനനുസരിച്ച് മാറും. പക്ഷെ അഗ്നി മാറുന്നില്ല. അപ്പൊ ഈ അഗ്നിയുടെ അംശമാണ് അതിലൊക്കെ കത്തുന്നതെന്ന് പറയുമോ ആരെങ്കിലും? പിന്നെന്തു പറയും? ആ അഗ്നി തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിളക്കിൽ പ്രകാശിക്കുന്നത്. സംശയമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ 24-ാം തീയതി വരൂ, ബാക്കി അന്നേരം പറഞ്ഞതാണ്. അശമിക്തമാകുന്നില്ലേ? അത് തന്നെയാണ്. ഇതുപോലെ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിക്കൂടാ? ഇത് വെണ്ണ വിളക്കായിട്ട് സങ്കല്പിക്കൂ അല്ലെ? ഉള്ളിൽ കാണുന്ന പ്രകാശം ആ പ്രകാശം തന്നെയാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പൊ വലിയൊരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് ചെറുതായിട്ട് പൊട്ടിത്തിരിച്ച് കുറെ സ്ഫുലിംഗങ്ങൾ വന്നാൽ ശരിക്കും അത് അഗ്നി തന്നെയാണ്. പിന്നെ പറയുമ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ, സൂര്യരശ്മികൾ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം. ശരിക്കിത് അത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. സ്വയം ജ്യോതി എന്നുള്ള വാക്കിനെ ആണ് നമ്മൾ കണ്ടത്. അത്രയും സകല ചരാചര ഗുരു, സകല ചര അചരങ്ങൾക്കും ഗുരുവാണ് ഭഗവാൻ. കാരുണ്യമൂർത്തി, ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്? ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുക. അവതാര ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. അനുഗ്രഹായ ലോകാനാം. ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് പറയും അവതാരം എന്തിനു വേണ്ടിയിട്ടാണ്? അനുഗ്രഹായ. ഒരിടത്ത് അനുഗ്രഹായ ലോകാനാം എന്ന് പറയും, ഒരിടത്ത് അനുഗ്രഹായ ഭക്താനാം എന്ന് പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവതാര സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവ്യക്തമായ രൂപത്തെ ആരാധിക്കാൻ എല്ലാവർക്കും പ്രയാസമുണ്ടാകും. അത് വ്യക്തമാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമുക്കൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ സ്ഥൂലങ്ങളാണ്. ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയൊക്കെ. അതുകൊണ്ട് സ്ഥൂലമായ ഒന്നിനെയാണ് നമുക്ക് ആരാധിക്കാൻ എളുപ്പം. അതുകൊണ്ട് ഇത്തരം സ്ഥൂലമായ രൂപമൊക്കെ കാണുമ്പോൾ നാരായണ എന്ന് വിളിക്കാൻ കഴിയുന്നു. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു സംതൃപ്തി. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലകം ഒക്കെ ധ്യാനിക്കുമ്പോൾ ഒരു സന്തോഷം. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സും ബുദ്ധിയും സ്ഥൂലമായ വസ്തുക്കളിലാണിപ്പോൾ ഉടക്കിക്കിടക്കുന്നത്. അതുകൊണ്ട് സ്ഥൂലമായ ഒന്നിന്റെ ചിന്തയെ നമുക്ക് സമാധാനത്തെ തരികയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സ്ഥൂലമായ രൂപത്തെയൊക്കെ തന്നത് എന്നും കൂടി സൂചിപ്പിക്കുന്നു. പിന്നെയോ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ല പരാനന്ദമല്ലോ. വചസാം വിഷയമല്ലാത്ത ആനന്ദം. വചസ് എന്ന് പറഞ്ഞാല് വാക്ക്. വചസാം വിഷയം വാക്കുകളെ കൊണ്ട് നിർദ്ദേശിക്കപ്പെടാവുന്ന ഒന്നല്ല, അനിർദ്ദേശ്യം, ഇൻഎക്സ്പ്ലിക്കബിൾ. വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ ആവാത്തത്. വാക്കുകൾ വിശദീകരിക്കണമെങ്കിൽ സ്ഥൂലമായ ഒന്നിനെക്കുറിച്ച് ആയിരിക്കണം. യഥോ വാചോ നിവർത്തന്തേ
അപ്രാപ്യ മനസാ സഹ. ഉപനിഷത്തില് ഭഗവത് ചൈതന്യത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. ഏതോ വാചോ നിവർത്തന്തേ, വാചകം മുഴുവൻ തിരിച്ചു വരുന്നു. എവിടുന്ന്? അവിടെ എത്താതെ. അപ്രാപ്യ. ആരുണ്ട് കൂട്ടിന്? മനസാ സഹ. അപ്പൊ അങ്ങോട്ട് പോയത് രണ്ടുപേരും കൂടാണ്. ആരൊക്കെ? വാക്കും മനസ്സും കൂടാണ്. പോയിട്ട് തിരിച്ചു വരുന്നതോ അതേപോലെ രണ്ടുപേരും കൂടി ഇങ്ങനെ മടങ്ങി വരുന്നു. എവിടെ? അപ്രാപ്യ. എത്തേണ്ട അടുത്ത് എത്തിയില്ല. എന്തുകൊണ്ട്? വാക്കിനും മനസ്സിനും എത്താൻ ഒക്കുന്നിടമല്ല അവിടം. ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.